യേശുവെന്നടിസ്ഥാനം ആശയവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവമക്കളെ, തീരം ബൈബിൾ മെഡിറ്റേഷൻ എന്ന ഈ അനുദിന സന്ധ്യാ തിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ സന്ധ്യാ തിരുവചന ധ്യാനവാക്യം 1 പത്രോസ് 5-ാം അധ്യായം 6-ാം വാക്യമാണ്. അവിടെ നാം ഇപ്രകാരം കാണുന്നു: അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ സന്ധ്യയിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളും, നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആശങ്കകളും, നമ്മുടെ പരാജയങ്ങളും, നമ്മുടെ കണ്ണുനീരും നമ്മുടെ ദൈവത്തിന്റെ തിരുമുൻപിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അല്പനിമിഷങ്ങൾ ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് നമ്മോട് ദൈവവചനം പറയുന്നത് വളരെ മനോഹരമായ ഒരു കാര്യമാണ്. ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച വേണമെന്ന് നാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഉയരണം, നമ്മുടെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉയരണം, നമ്മുടെ രോഗത്തിൽ നിന്ന് ഉയരണം, നമ്മുടെ പരാജയങ്ങളിൽ നിന്ന് നമുക്ക് ഉയരണം. മറ്റുള്ളവരുടെ മുൻപിൽ നാം മാന്യമായി ഉയരണം, ജീവിക്കണം. എന്നാൽ ദൈവവചനം ഇന്ന് ഈ സന്ധ്യയിൽ നമ്മോട് ആദ്യം പറയുന്നത് താണിരിപ്പി. കാരണം ദൈവത്തിന്റെ കൈക്കീഴിൽ താഴുന്നവനെയാണ് ദൈവം തന്റെ തക്ക സമയത്ത് ഉയർത്തുന്നത്. ആമേൻ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമുക്ക് മനസ്സിലാകാത്തതായിരിക്കും. നാം പ്രാർത്ഥിക്കുന്നു, പക്ഷേ ഉത്തരം വൈകുന്നു. നാം പരിശ്രമിക്കുന്നു, പക്ഷേ വിജയം വരുന്നില്ല. നാം നല്ലത് ചെയ്യുവാൻ ശ്രമിക്കുന്നു, എന്നിട്ടും പ്രശ്നങ്ങൾ നമ്മെ പിന്തുടരുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യമുയരും: ദൈവമേ, എന്നെ എന്തുകൊണ്ടാണ് നീ ഉയർത്താത്തത്? ഇതൊരു മാനുഷികമായ ചോദ്യമാണ്. പക്ഷേ ഇന്ന് കർത്താവ് നമ്മോട് പറയുന്നത്: നിന്റെ സമയം ഞാൻ അറിയുന്നു. ദൈവത്തിന് ഒരു തക്ക സമയമുണ്ട്. നാം ആഗ്രഹിക്കുന്ന സമയമല്ല, നാം തീരുമാനിക്കുന്ന സമയവുമല്ല, മറ്റുള്ളവർ നിർബന്ധിക്കുന്ന സമയവുമല്ല. ദൈവം നിശ്ചയിച്ച സമയമാണ് തക്ക സമയം. ഒരു വിത്ത് മണ്ണിൽ നട്ടയുടനെ അത് വൃക്ഷമാകുന്നില്ല. അതാദ്യം മണ്ണിനടിയിൽ മറഞ്ഞുകിടക്കുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്ന് ഒരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ മണ്ണിനടിയിൽ ഒരു അത്ഭുതം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയതുപോലെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിന്റെ ജീവിതത്തിലും ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കാം. നിനക്ക് കാണുവാൻ കഴിയാത്ത വിധത്തിൽ നീ ഇപ്പോൾ താഴ്ന്ന ഒരവസ്ഥയിലായിരിക്കാം. പക്ഷേ അത് നിന്റെ അവസാന അവസ്ഥയല്ല. നീ ഇപ്പോൾ കാത്തിരിക്കുകയായിരിക്കാം, പക്ഷേ ആ കാത്തിരിപ്പ് വെറുതെയല്ല. നീ ഇപ്പോൾ കരയുകയായിരിക്കാം, പക്ഷേ നിന്റെ കണ്ണുനീർ ദൈവം കാണുന്നുണ്ട്. പ്രിയ മകനെ, മകളെ, ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ എന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുമ്പോൾ അതിന്റെ അർത്ഥം സ്വയം നാം വില കുറച്ചു കാണുക എന്നുള്ളതല്ല. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക എന്നതാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം. കർത്താവേ, എനിക്കെല്ലാം അറിയില്ല, പക്ഷേ നിനക്ക് എല്ലാം അറിയാം. എന്റെ വഴി എനിക്ക് വ്യക്തമല്ല, പക്ഷേ എന്റെ വഴി നിനക്ക് വളരെ വ്യക്തമാണ്. എനിക്കെന്റെ ഭാവി കാണുവാൻ കഴിയുന്നില്ല, പക്ഷെ എന്റെ ഭാവിയെ കുറിച്ചുള്ള പദ്ധതികൾ നിന്റെ കൈകളിലുണ്ട് എന്ന് പറയുവാനുള്ള ഒരു വിശ്വാസമാണ് താഴ്മ. ചിലപ്പോൾ നമുക്ക് വേണ്ടത് ദൈവം തരുന്നില്ല, അപ്പോൾ നാം നിരാശപ്പെടുന്നു.
പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലാകും ദൈവം തരാതിരുന്നത് പോലും ഒരു അനുഗ്രഹമായിരുന്നു എന്ന്. കാരണം നാം ചോദിച്ചതിനേക്കാൾ, നാം നനച്ചതിനേക്കാൾ നല്ലത് ദൈവം ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഈ സന്ധ്യയിൽ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എന്റെ സമയത്തേക്കാൾ നിന്റെ സമയത്തെ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഈ സന്ധ്യയുടെ ഈ യാമങ്ങളിൽ നമുക്കൊരു ആത്മപരിശോധന നടത്താം. ഇന്ന് നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം, ഞാൻ ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കുകയാണ്, അതോ എന്റെ ഇഷ്ടം നടക്കാഞ്ഞപ്പോൾ ദൈവത്തോട് പരാതിപ്പെടുകയാണ്? എന്റെ ജീവിതത്തിൽ എല്ലാം എന്റെ നിയന്ത്രണത്തിൽ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ പദ്ധതിക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ചില വാതിലുകൾ അടഞ്ഞേക്കാം, ചില ബന്ധങ്ങൾ അവസാനിച്ചേക്കാം, ചില അവസരങ്ങൾ നഷ്ടപ്പെട്ടേക്കാം, ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകിയേക്കാം. എങ്കിലും ഓർക്കുക, ദൈവത്തിന്റെ മൗനം ദൈവത്തിന്റെ അഭാവമല്ല. അവൻ മൗനമായിരിക്കുമ്പോഴും നിനക്കും എനിക്കും വേണ്ടി പ്രവർത്തിക്കുകയാണ്. പ്രിയ ദൈവ പൈതലേ, ഈ രാത്രിയിൽ നമുക്കൊരു ആത്മീയ തീരുമാനമെടുക്കാം. ഇന്നു മുതൽ ഒരു തീരുമാനം നമുക്കെടുക്കാം. എന്റെ ജീവിതത്തിൽ സമയക്രമം ഞാൻ ദൈവത്തിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കും. എനിക്ക് വൈകുന്നതായി തോന്നിയാലും ഞാൻ വിശ്വസിക്കും. എനിക്ക് വഴി കാണാത്തപ്പോഴും ഞാൻ വിശ്വസിക്കും. എല്ലാം എനിക്കെതിരെ പോകുന്നത് പോലെ തോന്നിയാലും ഞാൻ വിശ്വസിക്കും. കാരണം തക്ക സമയത്ത് ദൈവം എന്നെ ഉയർത്തുമെന്നുള്ള ആ ഒരു വലിയ വിശ്വാസ സ്ഥിരത എന്നിലുണ്ട്. പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് ദൈവം മുൻപാകെ പ്രാർത്ഥിക്കാം. കരുണാമയനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ സന്ധ്യയിൽ ഞങ്ങൾ നിന്റെ തിരുമുൻപിൽ താഴ്മയോട് നിൽക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ ഹിതത്തേക്കാൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ പ്രാധാന്യം നൽകിയിട്ടുണ്ടെങ്കിൽ കർത്താവേ, അടിയങ്ങളോട് ക്ഷമിക്കണം. ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കാതെ സ്വന്തം വഴികളിൽ ഓടിപ്പോയ നിമിഷങ്ങൾക്കായി കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകിയപ്പോൾ സംശയിച്ചതിനും ദൈവത്തെക്കുറിച്ച് പരാതിപ്പെട്ടതിനും നിരാശപ്പെട്ടതിനും മറ്റുള്ളവരുമായി ഞങ്ങളെ താരതമ്യം ചെയ്തതിനും കർത്താവേ, അടിയങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ അഹങ്കാരത്തെ നീക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ യഥാർത്ഥ താഴ്മ നൽകണമേ. നിന്റെ ബലമുള്ള കൈക്കീഴിൽ ഞങ്ങളെ അവിടുന്ന് സംരക്ഷിക്കണമേ. ഞങ്ങൾക്ക് ഉയർച്ച നൽകേണ്ട സമയവും കാത്തിരിക്കേണ്ട സമയവും തിരിച്ചറിയുവാനുള്ള ഒരു ജ്ഞാനം തമ്പുരാനെ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ഇന്ന് വേദനിക്കുന്നവരെ ഓർക്കണമേ. രോഗശയ്യയിൽ കിടക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് വഴി തുറക്കണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ള കുടുംബങ്ങളെ സഹായിക്കണമേ. മക്കളെ കുറിച്ച് ആശങ്കപ്പെടുന്ന മാതാപിതാക്കൾക്ക് ആശ്വാസം നൽകണമേ. വിവാഹ ജീവിതത്തിനായി കാത്തിരിക്കുന്നവർക്ക് അനുയോജ്യമായ ഒരു വഴി തമ്പുരാനെ നീ അവിടുന്ന് ഒരുക്കണമേ. കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നിടത്ത് സമാധാനം പകരണമേ. നിരാശയിലായിരിക്കുന്നവർക്ക് പ്രത്യാശ നൽകണമേ. കരയുന്നവർക്ക് ആശ്വാസം നൽകണമേ. വഴിയറിയാതെ നിൽക്കുന്നവർക്ക് വെളിച്ചം നൽകണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്തല്ലെങ്കിലും നിന്റെ തക്ക സമയത്ത് ഞങ്ങളെ അവിടുന്ന് ഉയർത്തണമേ. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഉയർച്ചയല്ല, നിന്റെ ഹിതത്തിലുള്ള ഉയർച്ച ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ അടഞ്ഞ വാതിലുകൾക്ക് പിന്നിലും നിന്റെ പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കുവാനുള്ള ഒരു കൃപ തമ്പുരാനെ അടിയങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഇന്ന് ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളും നിന്റെ തിരുമുൻപിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഭാവി നിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബം നിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ആരോഗ്യം നിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ജോലി, സാമ്പത്തിക കാര്യങ്ങൾ, ഞങ്ങളുടെ ബന്ധങ്ങൾ, ഞങ്ങളുടെ സ്വപ്നങ്ങൾ എല്ലാം നിന്റെ തിരുമുൻപിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളെ കൈവിടരുത്. ഞങ്ങൾ വീഴുമ്പോൾ കൈപിടിച്ചുയർത്തണമേ. ഞങ്ങൾ തളരുമ്പോൾ ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾ കരയുമ്പോൾ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ ക്ഷമ നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ തക്ക സമയം വരുമ്പോൾ ഞങ്ങളെ നിന്റെ ബലമുള്ള കൈകൊണ്ട് ഉയർത്തണമേ. പരിശുദ്ധ കന്യകമറിയത്തിന്റെയും വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെയും സകല പരിശുദ്ധന്മാരുടെയും പരിശുദ്ധമതികളുടെയും പ്രാർത്ഥനയും കാവലും കോട്ടയും ഞങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്നൊരു കാര്യം മാത്രം നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം.
ദൈവത്തിന്റെ സമയത്തിനായി ഞാൻ കാത്തിരിക്കും. അവന്റെ ബലമുള്ള കൈക്കീഴിൽ ഞാൻ താഴ്മയോടെ ഇരിക്കും. തക്ക സമയത്ത് അവൻ എന്നെ ഉയർത്തും. നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം നിറയട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ കർത്താവിന്റെ കൃപ വസിക്കട്ടെ. നിങ്ങളുടെ കണ്ണുനീർ സന്തോഷമായി മാറട്ടെ. നിങ്ങളുടെ കാത്തിരിപ്പ് അനുഗ്രഹമായി മാറട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.